മലപ്പുറം ജാഗ്രതയിലാണ്. നിപ ബാധിച്ച യുവാവ് മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ജില്ലയിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നിപ ബാധിച്ച നടുവത്ത് ഫീവർ സർവേ നടത്താനാണ് ധാരണ. 3 കിലോമീറ്റർ ചുറ്റളവിൽ സർവേ നടത്തും. എന്തായാലും തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 5 പേരാണ് നിപ ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ ഉള്ളത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ആവർത്തിക്കുന്നതും. ശിവദാസ് കർമ്മനം വിവരങ്ങളുമായി ചേരുന്നു. ശിവദാസ, ജാഗ്രത കൈവിടിയാതെ മലപ്പുറം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ നിപ്പ രോഗലക്ഷണങ്ങളുള്ള 5-ാമനെ കൂടി വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. കാരണം 4 പേർക്കെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇവർ 5 പേരുടെയും നില തൃപ്തികരമാണോ? മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ആരോഗ്യവകുപ്പ് കൈമാറുന്നത്? നിലവിൽ 5 പേർക്കാണ് രോഗലക്ഷണം ഉള്ളത്. പക്ഷേ ഇവരുടെ ആരോഗ്യസ്ഥിതി അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തിരുവാലി പഞ്ചായത്തിൽ ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളിൽ, അതായത് 4, 5, 6, 7 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റ് ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കടകളെല്ലാം തന്നെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. മരണം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ പരമാവധി ആളുകളെ കുറയ്ക്കാൻ ഉള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഫീവർ സർവേ ആരംഭിച്ചിട്ടുണ്ട്. ഈ വാർഡുകളിലുള്ള എല്ലാവർക്കും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടു എത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇത്തരത്തിൽ ഫീവർ സർവേ ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകരും ആശാവർക്കർമാരും അടക്കമുള്ളവർ ഈ സർവേകളിൽ പങ്കാളികൾ ആയിട്ടുണ്ട്. പരമാവധി കുട്ടികളെ അടക്കം പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ തിരുവാലി പഞ്ചായത്തിൽ 4 വാർഡുകളിലും തൊട്ടടുത്തുള്ള മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡ്, 7-ാം വാർഡ്, ഈ 5 വാർഡുകളിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി മാസ്ക് ധരിച്ച് പുറത്തിറങ്ങണം. അതോടൊപ്പം തന്നെ കൂട്ടം കൂടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിപാടികൾ അടക്കം ഒഴിവാക്കണം. കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഇപ്പോൾ നബിദിനമാണ്. അത്തരത്തിൽ നബിദിനം നടത്തുമ്പോൾ ഈ പഞ്ചായത്തുകളിൽ ഇപ്പോൾ നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ച ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നബിദിനത്തിന് അനുമതിയില്ല. ഈ ആഘോഷ പരിപാടികൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലയിലുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. വരും മണിക്കൂറുകളിൽ ആരോഗ്യമന്ത്രി തന്നെ ജില്ലയിലെത്തും. പിന്നീട് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ആർക്കും ഇല്ല. ഈ തിരുവാലി പഞ്ചായത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് പോകാനും കഴിയില്ല. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് അടക്കം അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല. എന്തായാലും കഴിഞ്ഞ 2 മാസം മുൻപ് മാത്രമാണ് ഇതിന് തൊട്ടടുത്തുള്ള, അതായത് ചെമ്പ്രശ്ശേരി എന്ന സ്ഥലം 10 കിലോമീറ്റർ മാത്രം ചുറ്റളവാണ് ഉള്ളത്. ഇപ്പോൾ നിപ്പ ബാധിച്ച് മരിച്ച ആ സ്ഥലത്ത് നിന്നും ഇവിടെ 2 മാസം മുൻപാണ് 14 വയസ്സുള്ള ഒരു പയ്യൻ നിപ്പ ബാധിച്ച് മരിച്ചത്. അതിനുശേഷം 2 മാസത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും നിപ്പ ബാധിച്ചുള്ള ഒരു മരണം. അതുകൊണ്ട് തന്നെ ജില്ല വലിയ ആശങ്കയിലാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ആരോഗ്യവകുപ്പിനെ അടക്കം ഒരു പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത്. കാരണം ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ അതിന്റെ ഒരു ബേസിക് തലത്തിൽ നിന്നും കൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ഇപ്പോഴും വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം മുൻപും നിപ്പ ബാധിച്ച് മരിച്ചത് പല രീതിയിലും വവ്വാലിൽ നിന്നടക്കം പകർന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ള ഈ മരണത്തിലും ഇപ്പോൾ എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉറവിടം കൃത്യമായി ലഭിച്ചിട്ടില്ല. നിലവിൽ 151 പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ 5 പേർക്ക് പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടത്. പക്ഷേ നിലവിൽ വിശദമായ റിപ്പോർട്ട് നൽകിയത്.